ഹലോ സ്റ്റുഡൻസ് ബ്രെയിൻസ് വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ഫിസിക്സ് ആണ്. ഫിസിക്സിൽ ചാപ്റ്റർ നമ്പർ 1 ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. സെക്കൻഡ് ഇക്വേഷൻ മീൻസ് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് 9ാം ക്ലാസ് പഠിച്ച ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ഞാൻ ഓർത്തെടുക്കാൻ പറയാം. ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഓംസ് ലോ. 9ൽ പഠിച്ചിട്ടുണ്ടാവും ഓംസ് ലോ. ഓംസ് ലോ എന്താ നമുക്കറിയാം, വി ഈസ് ഈക്വൽ ടു ഐ ആർ. വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഐ എന്താണ് കറണ്ട്, ആർ എന്താണ് റെസിസ്റ്റൻസ്. ഈ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഞാൻ എടുത്തു. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു. അതുകൂടാതെ നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചു വെച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി, ആ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്നു, വി ഐ ടി. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, വി ഈസ് ഈക്വൽ ടു ഐ ആർ, എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. ഈ വിയും ഈ വി, ഇവിടെ ഒരു വി ഉണ്ട്, വി ഈസ് ഈക്വൽ ടു ഐ ആർ. അതിന് മീനിങ് എന്താ, വിക്ക് പകരം നമുക്ക് ഐ ആർ എന്നുള്ള നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ എഴുതുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 in 2. അതായത് വിക്ക് പകരം ഐ ആർ എന്ന് കൊടുക്കാം. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു വിക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഐ ആർ. അത് കൂടാണ്ട് ഈ ഇക്വേഷനിൽ വരുന്ന സെക്കൻഡ് ഒരു ഐ ഉണ്ട്, ഇൻറ്റു ഐ. അത് കൂടാണ്ട് ഇവിടെ എന്തുണ്ട്, ഒരു ടൈമും ഉണ്ട്. അപ്പോൾ സോ എച്ച് ഇസ് ഈക്വൽ ടു എത്ര ഐ ഉണ്ട്, 1 2 ഐ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഐ സ്ക്വയർന്ന് എഴുതാം. ഇനി അടുത്തത് ഇവിടെ ആരാളുള്ളത്, ആർ. അടുത്തത് ആരാളുള്ളത്, ടി. സോ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇതാണ് നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾ എക്സാമിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലോ ആണ്. നമ്മൾ നേരത്തെ ജൂൾസ് ലോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. ബട്ട് ജൂൾസ് ലോ എന്താ ഡിഫൈൻ ചെയ്യാൻ നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താ നമുക്കങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഒന്നും പഠിക്കേണ്ട, സിമ്പിളായിട്ട് ഇക്വേഷൻ ആദ്യം പഠിക്കുക. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഈ ഇക്വേഷൻ മാത്രം ഉപയോഗിച്ച് നമുക്ക് ജൂൾസ് ലോ മൊത്തം എഴുതാം, കാണാപ്പാടം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ മാത്സ് ഒരു കാര്യം പറഞ്ഞുതരാം. മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സം എന്ന് വെച്ചാൽ പ്ലസ് ആണ്, പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ്. അതൊന്ന് ഓർത്ത് നോക്കാം. ഈ ഇക്വേഷൻ ഡെറിവേഷൻ തൽക്കാലം നമ്മൾ നോക്കിയേ വേണ്ട, ജസ്റ്റ് ഇക്വേഷൻ വെച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ എച്ച് നമുക്ക് എന്താണെന്നറിയാം, ഹീറ്റ് ആണെന്ന് അറിയാം. ഐ നമുക്ക് എന്താണെന്നറിയാം, കറണ്ട് ആണ്. ആർ എന്താ, റെസിസ്റ്റൻസ് ആണ്. ടി എന്താ, ടൈം ആണ്. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ, അതാണ് എച്ച്. ഒന്നും കൂടി, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ ഈസ് ഈക്വൽ ടു അവിടെ വെച്ച് നിർത്താം. ഇത് ഇവർ മൂന്നും തമ്മിൽ എന്താ ബന്ധമുള്ളത്, പ്രോഡക്റ്റ് ആണ്, ഇൻറ്റു ആണ്. അപ്പോൾ ഒന്നും കൂടി, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ്, ഒന്നും കൂടി, പ്രോഡക്റ്റ് മീൻസ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദി കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ടൈം ടേക്കൺ ബൈ ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഇത് മാത്രം പഠിച്ചാൽ മതി. ഒന്നും കൂടി, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ് ഇൻറ്റു ഓഫ് പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദി കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ടൈം ടേക്കൺ ബൈ ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. കഴിഞ്ഞു. ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ, എച്ച് is equal to amount of heat energy produced in the conductor, അതാണ് H is equal to sign square of product of means into of square of the current. അടുത്തതാരാണ്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. മൂന്നാമത്തെ ആരാണ്, ടൈം ടേക്കൺ ബൈ ദി കറണ്ട്. ഇത്രേ ഉള്ളൂ ജൂൾസ് ലോ. അപ്പോൾ 2 ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇത് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പോൾ അടുത്ത സംശയം, ഈ ഇക്വേഷൻ സാർ എവിടെ നിന്ന് കിട്ടി. അപ്പോൾ നമ്മൾ വീണ്ടും ഓംസ് ലോ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കടമെടുക്കുന്നു. ഓംസ് ലോ ഇസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു ഐ ആർ ആ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, വി ബൈ ആർ ആയിരിക്കും. സംശയമൊന്നും ഇല്ലല്ലോ, നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. വി ഈസ് ഈക്വൽ ടു ഐ ആർ. അപ്പോൾ ഇൻറ്റു ഐ അങ്ങോട്ട് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ ഐ, ഇൻറ്റു ആർ എടുക്കുമ്പോൾ ഡിവൈഡ് ബൈ ആർ. എങ്ങനെ എടുത്താലും വി ബൈ ആർ ഇസ് ഈക്വൽ ടു ഐ. ഇതിന് ഇക്വേഷൻ 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇക്വേഷൻ 2 നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ തന്നെ നമ്മൾ എടുക്കുന്നു, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. അതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി വിക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിക്ക് വേണ്ട, കുറച്ചും കൂടി ഡിഫറൻറ്റ് നമുക്ക് എന്തെടുക്കാം, ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്ന് വെച്ചാൽ എന്താണ്, വി ബൈ ആർ. പിന്നെ വേറെ ആരാളുള്ളത് ഇവിടെ, ടൈം അങ്ങനെ തന്നെ എടുക്കുക. സോ ഒന്നും കൂടി വി അങ്ങനെ തന്നെ എഴുതാം. ഐക്ക് പകരം വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അടുത്തത് എന്താണത്, ടി. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എത്ര വി ഉണ്ട്, 1 2 വി. അതിൻ്റെ മീനിങ് 2v².
ഡിവൈഡഡ് ബൈ ആർ, അതുകൂടാതെ ഇവിടെ എന്തുണ്ട് ടി. സോ എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഇതാണ് നെക്സ്റ്റ് ഇക്വേഷൻ. നമുക്ക് അടുത്ത് വരുന്ന ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. ബട്ട് ഈ ഇക്വേഷൻ നമുക്ക് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് പവറിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ വേണ്ടേ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ച് തരാം, ഇലക്ട്രിക് പവർ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ 2 ഫാന് കറങ്ങുന്നുണ്ട്, ഇവിടെ ഒരു ഫാനും ഉണ്ട്, ഇവിടെ ഒരു ഫാനും ഉണ്ട്. 2 ഫാന് കറങ്ങുന്നുണ്ട്. ഒരു ഫാനിൻ്റെ കറക്കം കുറച്ച് സ്ലോ ആണെന്ന് വിചാരിച്ചോളൂ, രണ്ടാമത്തെ ഫാനിൻ്റെ കറക്കം കുറച്ച് ഫാസ്റ്റ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ 2 ഫാനും വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് 2 ചെയ്യുന്ന വർക്കിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അളവിന് നമ്മൾ പറയുന്ന പേരാണ് പവർ അല്ല. ഇപ്പോൾ ഒരാൾ ജസ്റ്റ് ഒരു പഞ്ച് ചെയ്യുക, വേറെ നല്ല ഭയങ്കര ഫോഴ്സ് കൊടുത്തിട്ട് പഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പറയാം രണ്ടാമത്തിൽ ഭയങ്കര പവറാണെന്ന്. അപ്പോൾ ഡിവൈസിൽ പവർ എന്ന് പറയുന്നത് അത് ചെയ്യുന്ന വർക്കിൻ്റെ അളവിനാണ് നമ്മൾ പവർ എന്ന് പറയുക. അതെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ പറയല് ഇലക്ട്രിക് പവർ ഈസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ചെയ്യുന്ന വർക്കിൻ്റെ അളവ്. ഓക്കെ, അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു വർക്ക് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുക ഡബ്ല്യു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനത്തിന് റേറ്റ് എന്നൊരു വാക്ക് വരുന്നുണ്ടെങ്കിൽ അത് ടൈം ആയിരിക്കും ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു, റേറ്റ് എന്നായതുകൊണ്ട് ബൈ ടി. സോ പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. വർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വർക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഹീറ്റാണ് അല്ലേ. മീൻസ് വർക്ക് മീൻസ് എനർജിയാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഫാനാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ എന്താണ്, കറങ്ങുക എന്നുള്ളതാണ്. കറങ്ങുക എന്നുള്ളത് നമുക്ക് എന്ത് എനർജിയാണ്, മെക്കാനിക്കൽ എനർജി. അപ്പോൾ അവിടെ മെക്കാനിക്കൽ എനർജിയാണ്, വർക്കാണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഇസ്തിരിപ്പെട്ടിയാണ് എടുക്കുന്നുണ്ടെങ്കിലോ അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുക ചെയ്യുന്നത്, ഹീറ്റായിട്ടാണ് മാറുന്നത്. അപ്പോൾ വർക്ക് എന്തിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഹീറ്റായിട്ട്. അപ്പോൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്, എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി അല്ലേ. അപ്പോൾ ഡബ്ല്യു വർക്കിന് പകരം നമ്മൾ ഹീറ്റ് കൊടുക്കുക, ഹീറ്റായിട്ട് കൺസിഡർ ചെയ്യുക. കാരണം വർക്കാണല്ലോ ഹീറ്റ്, മീൻസ് എനർജി. ഇവിടെ നടക്കുന്ന എനർജി ഹീറ്റ് എനർജി ആണെങ്കിൽ ഹീറ്റ് എനർജി നമുക്ക് എടുക്കാം. ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി ഐ ടി. അപ്പോൾ വർക്കിന് പകരം വർക്ക് എന്ന് വെച്ചാൽ ഹീറ്റ് എനർജി തന്നെയാണ്. അപ്പോൾ എനർജി ഹീറ്റ് ആണെങ്കിൽ ഹീറ്റ് എനർജിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. ക്ലിയർ. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. ആ വി ഐ ടി നമ്മളിവിടെ എഴുതി, ഡിവൈഡഡ് ബൈ ടൈം ടി. ഈ ടിയും ഈ ടിയും വെട്ടിക്കഴിഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു വി ഐ. ഇതാണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പി ഈസ് ഈക്വൽ ടു പവർ, വി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ്, ഐ എന്ന് വെച്ചാൽ എന്താണ്, കറണ്ടാണ്. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്യാം. നമുക്ക് ആ ലാസ്റ്റ് ഇക്വേഷൻ സിമ്പിളായി ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പവർ ഇസ് ഈക്വൽ ടു വി ഇൻ ടു ഐ. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ പഴയ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ വീണ്ടും കടമെടുക്കുന്നു, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. സോ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം അല്ലേ. അപ്പം നമുക്കിതെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 in 2. ഈ 2ലേക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ഇസ് ഈക്വൽ ടു പി അല്ലേ. അപ്പം വി ഐക്ക് പകരം നമ്മൾ പി ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ പി ഇൻ ടു ടി. ഇതാണ് നമ്മൾ പറയുന്ന ലാസ്റ്റ് ഇക്വേഷൻ, എച്ച് ഇസ് ഈക്വൽ ടു പി ഇൻ ടു ടി. അപ്പോൾ 4 ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 12 ഒരു പ്രോബ്ലം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻ പഠിപ്പിച്ച് തന്നിരുന്നു, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാം. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി, എച്ച് ഇസ് ഈക്വൽ ടു പി ഇൻ ടു ടി, എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻ ടു ടി. എക്സാമിന് എന്ത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങുമായിട്ട് ബന്ധമുള്ള ഏത് പ്രോബ്ലം വന്നാലും സൈഡിൽ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതി വെക്കാം. പെൻസിലുകൊണ്ട് എഴുതിയാൽ മതി, പെന്നുകൊണ്ട് എഴുതണ്ട, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം, ഇന്ന് ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം. ഹൗ മച്ച് വിൽ ബി ദി ഹീറ്റ് ഡെവലപ്ഡ്, അതായത് എത്ര ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും തന്ന സാധനം ഒന്ന് പ്രത്യേകം എഴുതണം. സോ ഗിവൺ എഴുതാം. അപ്പോൾ എച്ച് ആണ് ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമുക്ക് ആദ്യം ഹീറ്റ് ഡെവലപ്പ് ചെയ്ത് എത്ര, മീൻസ് ഹൗ മച്ച്. അപ്പോൾ ഹീറ്റാണ് കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായി. ഇത് തന്ന സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് 0.2 ആംപിയർ എന്ന് വന്നാൽ തന്നെ മനസ്സിലാക്കാം അത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണെന്നുള്ളത്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഐ ഈസ് ഈക്വൽ ടു 0.2 ആംപിയറിന് തന്നിട്ടുണ്ട്. 0.2 ആംപിയർ കറണ്ട് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് 0.2 ആംപിയർ എ എന്ന് വെച്ചാൽ കറണ്ടാണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ഓം. ഓം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം. സോ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ആർ ഇസ് ഈക്വൽ ടു 200 ഓം. അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് 5 മിനിറ്റ് ആണ്. അപ്പോൾ മിനിറ്റ് എന്ന് വെച്ചാൽ എന്തിൻ്റെ യൂണിറ്റാണ്, ഷുവർ ടൈമിൻ്റെ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു 5 മിനിറ്റ്. നമ്മൾ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ചെയ്യുന്ന തെറ്റുണ്ട്, ഈ 5 മിനിറ്റ് അങ്ങനെ തന്നെ കൊണ്ടൊരു പ്രോബ്ലം ഇട്ട് ചെയ്യരുത്. ബിക്കോസ് ടൈം ഹീറ്റ് കണ്ടുപിടിക്കുമ്പോൾ ടൈം ഷുഡ് ഓൾവേസ് ടേക്കൻ ഇൻ സെക്കൻഡിലാണ് എടുക്കേണ്ടത്, മിനിറ്റിൽ എടുക്കാൻ പാടില്ല. അപ്പോൾ ആദ്യം ഈ മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 5 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും, 5 × 60 ചെയ്യാം. അപ്പോൾ 5
ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു 300 സെക്കൻഡ്. ഈ സെക്കൻഡ് വാല്യൂവിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ തന്ന സാധനം എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇത് ചെയ്താൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഹാഫ് മാർക്ക് കിട്ടും. എത്രയാണോ ഇതിലുള്ളത് അതിനൊരു ഹാഫ് മാർക്ക് കിട്ടും. പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. സോ ഇതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കൺഫ്യൂഷനാണ്. നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് വേണ്ടത് ഐ. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ശ്രമിക്കാം. ഈ ഇക്വേഷനിൽ വി വേണം. വി തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. ഐ വേണം. ഐ തന്നിട്ടുണ്ട്. ടി വേണം. ടി തന്നിട്ടുണ്ട്. അപ്പോൾ വി ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട, ഒഴിവാക്കി. ഇത് ജസ്റ്റ് ഇതിലേക്കൊന്ന് പോയി നോക്കാം. പവർ തന്നിരിക്കണം. പവർ തന്നിട്ടുണ്ടോ? ഇല്ല. ടൈം തന്നിട്ടുണ്ടോ? ഉണ്ട്. ഒരു വാല്യൂ തരാണ്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും ഒഴിവാക്കി. നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. വി തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പോൾ ഇതും വേണ്ട. നമുക്ക് പിന്നെ ആകെയുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. ശ്രമിച്ച് നോക്കാം. ഐ തന്നിട്ടുണ്ടോ? യെസ്, ഐ ഉണ്ട്. ആറ് തന്നിട്ടുണ്ടോ? യെസ്, തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏത് ഇക്വേഷനാണ്? ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ്. സോ എച്ച് ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ. നമ്മൾ ജൂൾസ് നേരത്തെ പഠിപ്പിച്ചതാണ്. ഐ സ്ക്വയർ കറണ്ട് സ്ക്വയർ റെസിസ്റ്റൻസ് ഇൻ ടു ടൈം. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു കറണ്ടിൻ്റെ സ്ക്വയർ 0.2 സ്ക്വയർ ഇൻറ്റു ആർ. എന്താ നമുക്കറിയാം? റെസിസ്റ്റൻസ് എത്രയാണ്? 200. ടൈം നമുക്ക് എത്രയാണ്? 300 സെക്കൻഡ്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ. എന്തുകൊണ്ടാണ് 5 മിനിറ്റ് എടുക്കാത്തത്? കാരണം മിനിറ്റിൽ എടുക്കാൻ പറ്റില്ല, സെക്കൻഡിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 0.2 സ്ക്വയർ. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതെങ്ങനെ നമ്മൾ ഇൻറ്റു ചെയ്യുക? പോയിന്റ് വെച്ച വാല്യൂ നമ്മൾ എങ്ങനെ ഇൻറ്റു ചെയ്യുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ച് തരാം. ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ പോയിന്റ് അങ്ങോട്ട് ഒഴിവാക്കാം. പോയിന്റ് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഇൻറ്റു ചെയ്യുക. 0.2 എന്നുള്ള ലെവലിൽ ജസ്റ്റ് ഇൻറ്റു ചെയ്യാം. അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് 2 × 2, കാരണം ഈ സ്ക്വയർ അല്ലേ, പോയിന്റ് ഒഴിവാക്കാം. പോയിന്റ് ഒഴിവാക്കി ജസ്റ്റ് ഇൻറ്റു ചെയ്യാം. 2 × 2 4. അപ്പോൾ പോയിന്റ് എത്ര ഡിജിറ്റ് ഉണ്ട്? ഇവിടെ ഒരു ഡിജിറ്റ്. സ്ക്വയർ ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് വരും. അപ്പോൾ ബാക്കിൽ നിന്ന് 1 2 പോയിന്റ് വെക്കാം. അപ്പോൾ 0.04. അപ്പോൾ എന്ത് കിട്ടും? 0.04 ഇൻറ്റു 200 ഇൻറ്റു 300. അപ്പോൾ 0.04 ഇൻറ്റു 2 ഇൻറ്റു 3 6. എത്ര 0 ഉണ്ട്? 20 40. അപ്പോൾ 0.04 ഇൻറ്റു 60000. അപ്പോൾ ഈ 2 0 ഇവിടുന്ന് കട്ട് ചെയ്താൽ ഈ പോയിന്റ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2 പോയിന്റ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2 0 കട്ട് ചെയ്തു. അപ്പോൾ ഈ പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് മാറ്റി. അപ്പോൾ 4 ആയി. അപ്പോൾ 2 പോയിന്റ് ഒഴിവാക്കാൻ കാരണം 2 0 കട്ട് ചെയ്താൽ മതി. സോ 600 ഇൻറ്റു 4 വിച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 4 24. 2 0 ഉണ്ട് 00 ജൂൾ. 2400 ജൂൾ. ജൂൾ എനർജിൻ്റെ യൂണിറ്റാണ്.